ഏറ്റുമാനൂർ നഗരസഭ പരിധിയിൽ ശുചിമുറി മാലിന്യങ്ങൾ രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ തള്ളുന്നതിനെ പ്രതിരോധിക്കുവാൻ രാത്രികാല പട്രോളിംഗിന് പോലീസും നഗരസഭയും പൊതുജനവും കൈകോർക്കുന്നു. ഏറ്റുമാനൂർ നഗരസഭ പരിധിയിൽ കക്കൂസ് മാലിന്യം തള്ളുന്ന പ്രവണത വർദ്ധിച്ചതോടെയാണ് പ്രതിരോധ നടപടിയുമായി നഗരസഭ രംഗത്തെത്തിയത്. ഇതിന്റെ ഭാഗമായി 36 വാർഡുകളിലും ജാഗ്രതാ സമിതി രൂപീകരിക്കുവാനും റെസിഡൻസ് അസോസിയേഷനുകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹകരണത്തോടെ നഗരസഭയും പോലീസും രാത്രികാല കാവലിന് തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടോമി പുളിമാൻതുണ്ടം പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെയും പോലീസ് സേനയുടെയും റെസിഡൻസ് അസോസിയേഷന്റെയും യോഗങ്ങൾ വിളിച്ച് അവരുടെ കൂടി ഉൾപ്പെടുത്തി അതിശക്തമായ രീതിയിൽ ഒരു നിലപാടിലേക്കാണ് നഗരസഭ പോകുന്നത്. ഇപ്പം തന്നെ ആരോഗ്യവകുപ്പും പോലീസുമായിട്ട് സംസാരിച്ചു. ഇനി ഇവിടെ ഞങ്ങൾ പദ്ധതികൾ ഉൾപ്പെടുത്തി എല്ലാ വാർഡുകളും CCTV വയ്ക്കാനുള്ള പദ്ധതി രൂപീകരിച്ചു. അത് അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്കത് അംഗീകാരം കിട്ടിയാൽ ഉടൻ തന്നെ എല്ലാ വാർഡിലും CCTV വെക്കുന്നതായിരിക്കും. അതിശക്തമായ രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനം നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാവും. കഴിഞ്ഞ ദിവസം വള്ളിക്കാട് പ്രദേശത്ത് വലിയ തോതിൽ ശുചിമുറി മാലിന്യം തള്ളിയിരുന്നു. മങ്കരത്തോട്ടിൽ മാലിന്യം തള്ളുന്നത് പ്രതിരോധിക്കുവാൻ നഗരസഭയ്ക്ക് പ്രത്യേക മറ സൃഷ്ടിക്കേണ്ടതായും വന്നിരുന്നു. കഴിഞ്ഞ നാളിൽ കക്കൂസ് മാലിന്യം തള്ളുവാൻ രാത്രിയിലെത്തിയവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചവർക്ക് നേരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായിരുന്നു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.